ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ചേച്ചി ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ, ഒരു കോ ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചേച്ചിക്ക് കുറെ അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതെ ആക്ച്വലി അലിഗേഷൻ വന്നത് എനിക്കല്ല. സംഭവം എന്താന്ന് വെച്ചാല് എന്റെ കൂടെ വർക്ക് ചെയ്ത റേജൻ എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട്. ആൾക്ക് 6 വർഷമായിട്ട് ഒരു ഫീമെയിൽ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഭയങ്കര മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. മെസ്സേജുകൾ ത്രൂ, പിന്നെ ഡയറക്ടറുടെ ലൊക്കേഷനിൽ വന്നിട്ട് ആളുടെ ഷർട്ടിലൊക്കെ പിടിച്ച് വലിക്കുക. അപ്പൊ പെണ്ണായതുകൊണ്ട് തന്നെ ആള് റിയാക്ട് ചെയ്യാണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നതാണ്. എഴുതി മേടിച്ചു ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന്. പക്ഷെ എന്നാലും ആ പുള്ളിക്കാരി അത് എന്താ പറയാ വിടാനായിട്ട് റെഡി ആവുന്നില്ല. ആൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നു ഒക്കെ ചെയ്യുന്നപ്പം ഇതൊരു ആണായതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഒരു ആക്ടറിന് ഒരു എന്താ പറയുന്നത് തൻ്റെ സ്വന്തം സഹപ്രവർത്തകരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന പീഡനമാണ് സത്യം പറഞ്ഞത്. പലവിധ വാണിംഗ് കൊടുത്തു, പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തു, എന്നിട്ട് പോലും നിർത്താൻ തയ്യാറായിട്ടില്ല അല്ലേ. ഇപ്പോഴും പലവിധ ആൾക്കാരുടെ ഇടയിൽ പോലും ഷട്ടിൽ പിടിച്ച് വലിക്കുക, ആവശ്യത്തിൽ കൂടുതൽ സായന്ത്രം എടുക്കുക, അശ്ലീല ചുവയുള്ള മെസ്സേജുകൾ അയക്കുക, അങ്ങനെ നിരന്തരമായിട്ടുള്ള പീഡനം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നേരെ മറിച്ച് ഈ ആണാണ് ഈ ഒരു പെണ്ണിനോട് ഈ ഇത്തരത്തിലുള്ളൊരു സമീപനം കാണിക്കണം, എന്തായിരിക്കും സ്ഥിതി അല്ലേ. അതൊരു ഫാൾസ് അലിഗേഷൻ ആണെങ്കിൽ കൂടി എന്താ പറയുന്നത് ആ ഒരു മനുഷ്യനെ ഇട്ട് എന്താ പറയുന്നത് പിച്ച് ചീന്തുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓൺലൈൻ മീഡിയക്കാരാണെങ്കിലും ശരി, മറ്റുള്ള മാധ്യമ പ്രവർത്തകരാണെങ്കിലും ശരി. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാലങ്ങൾ കഴിഞ്ഞു പോകുന്നത്. എന്തായാലും